ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 2022 ജൂണിലെ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ ആരംഭിച്ച യൂക്കറിസ്റ്റിക് റിവൈവൽ പ്രോഗ്രാം അതിൻ്റെ ഒന്നാം ഘട്ടമായ രൂപതാ തലത്തിൽ നിന്ന് രണ്ടാം ഘട്ടമായ ഇടവകകളിലേക്ക് നാം വ്യാപിപ്പിക്കുകയുണ്ടായി. ഈ സംരംഭത്തിൽ ഇടവകകളിൽ പ്രാർത്ഥനകളും ആരാധനാ സംരംഭങ്ങളും സ്റ്റഡി ക്ലാസ്സുകളും നമ്മൾ നടത്തുകയുണ്ടായി. ന്യൂസ് ലെറ്ററിലൂടെയും യൂട്യൂബ് തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും വിശുദ്ധ കുർബാന നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് എത്രമാത്രം കുർബാനയോടുള്ള സ്നേഹവും അടുപ്പവും അനിവാര്യമാണെന്നുമൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ജൂലൈ 2024 നടക്കാൻ പോകുന്ന നാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ നാം ഈ സംരംഭത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 2025 പെന്തക്കോസ്ത ദിനത്തിൽ പെന്തക്കോസ്ത ദിവസം വരെയുള്ള കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയുടെ അപ്പോസ്തലരായി നമുക്ക് പ്രവർത്തിക്കാം. വിശുദ്ധ കുർബാനയിൽ മുടക്കം കൂടാതെ പങ്കെടുത്തുകൊണ്ട് ദിവികാരുണ്യ ഭക്തിയിൽ നമുക്ക് വളരാം. മറ്റുള്ളവരെ കൂടി വിശുദ്ധ കുർബാനയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ഈ വീഡിയോയോടുകൂടി നമ്മളുടെ രണ്ടാം ഘട്ടം നമ്മളിവിടെ സമാപിക്കുകയാണ്. എന്നാൽ ഇത് സമാപിക്കുന്നതിന് മുൻപായി തന്നെ ഈ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായ സ്വർഗോന്മുഖതയെക്കുറിച്ചുകൂടി നാം ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ വിശുദ്ധ കുർബാന എന്ന ആ സത്യത്തെ നാം പൂർണ്ണമായും ഉൾക്കൊള്ളുക ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നാം പ്രാർത്ഥിക്കുന്നതായ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായ നമ്മൾ അഭിലഷിക്കുന്നതായ ആ സ്വർഗോന്മുഖതയെ കുറിച്ചാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നാം വിവിധങ്ങളായ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്, പാപപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, വിവിധ അപേക്ഷകളുണ്ട്, അനുരഞ്ജനം സാധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്, ബലഹീനരായ നമ്മളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, അതുപോലെ സ്തുതിപ്പുകളുടെ പ്രാർത്ഥനകളുണ്ട്, കർത്താവ് ചെയ്തിട്ടുള്ള നന്മകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളുണ്ട്, സഭയിൽ നാം ആയിരിക്കുന്നതിൻ്റെ സൗഭാഗ്യത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നൽകിയ രക്ഷയെ പ്രകീർത്തിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾക്ക് നൽകണമെന്നും വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ നമ്മളെ സഹായിക്കണമെന്നും നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അവിടുത്തെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാനുള്ള വരത്തിനായി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്രകാരം വളരെയധികം പ്രാർത്ഥനകൾ ഈ കുർബാനയിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ് നമ്മുടെ സ്വർഗോന്മുഖതയെക്കുറിച്ചുള്ള ചിന്തകളും പ്രാർത്ഥനകളും. വളരെയധികം പ്രാർത്ഥനകളിൽ ഈ ഒരു ആശയം കൂടുതലായി നിഴലിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങേ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ എന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കവും തയ്യാറെടുപ്പും കാത്തിരിപ്പുമാണ്
ഈ പ്രാർത്ഥനകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തു നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ ഞങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. സ്വർഗത്തിന്റെ പ്രതീതിയാണ് വിശുദ്ധ കുർബാനയിൽ നാം ലക്ഷ്യം വയ്ക്കുന്നത്. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും നാം സ്വർഗത്തെ ഇവിടെ ഇറക്കിക്കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ തന്നെ ആ സ്വർഗം നമ്മൾ സംജാതമാക്കുകയാണ്. ദൈവത്തെ പ്രകീർത്തിക്കുന്നതിലൂടെ അവിടുത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖമാരോട് ചേർന്ന് ഒരു സ്വർഗീയമായ ഒരു സ്ഥിതിവിശേഷം നമ്മളുടെ ഈ ഭൂമിയിൽ തന്നെ നാം കൈവരിക്കുകയാണ് വിശുദ്ധ കുർബാനയിലൂടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനയിൽ നാം ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൂടാതെ അനുതാപം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയ തോന്നണമേ എന്ന പ്രാർത്ഥനയുടെ പകരം ചേർത്തിരിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് നമ്മൾ ചൊല്ലുന്നത്: സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് നമ്മൾ അവിടെ സമർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനകളിലൂടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. സ്നേഹപൂർവ്വം സമീപിച്ച് എന്നെ സ്വീകരിക്കുന്ന എല്ലാവരും എന്നിൽ നിത്യം ജീവിക്കുകയും സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയും ചെയ്യും എന്നാണ് യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നതായ ഒരു ഉറപ്പ്. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള വിശുദ്ധ സഭയ്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഈ രഹസ്യങ്ങൾ വഴി കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവും ഉയർപ്പിലുള്ള പ്രത്യാശയും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്രകാരം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ തുടർച്ചയായി ഈ ആശയം നിഴലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാം. ആ സ്വർഗം ഇവിടെ തന്നെ നാം സംജാതമാക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ ഈ സ്വർഗീയ വിരുന്നിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്നു. അതോടൊപ്പം നാം അവസാനം സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടത്തോടൊപ്പം ആയിരുന്നുകൊണ്ട് അവിടുത്തെ പാടിപ്പുകഴ്ത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതിന് കൂടി നാം പ്രാർത്ഥിക്കുന്നു. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരുമൊത്ത് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കുർബാനയിൽ ശുശ്രൂഷി വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയുടെയും ലക്ഷ്യം നമ്മെ സ്വർഗത്തിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ്.
വിശുദ്ധ കുർബാന കഴിഞ്ഞ് വൈദികൻ തിരുപ്പാത്രങ്ങൾ കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം പാടുന്ന മനോഹരമായ ഒരു ഗാനമുണ്ട്. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ, കനിഞ്ഞു നവ്യ ജീവൻ ചൊരിഞ്ഞിടണമേ. ദേവാലയത്തിൽ ദിവ്യകർമ്മങ്ങൾ കണ്ട കണ്ണുകൾ ലോകാവസാന നാളിലാകാശമാറിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. നിന്ദിവ്യ കീർത്തനങ്ങൾ പാടി തെളിഞ്ഞ നാവുകൾ എന്നെന്നും ഉന്നതത്തിൽ മാലാഖമാരുമൊത്തു നിൻഗാനമാലപിക്കണം. ഓരോ കുർബാനയിലും നമ്മൾ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം അങ്ങയെ പ്രാപിക്കലാണ്, അങ്ങയോടൊപ്പം സ്വർഗരാജ്യത്തിലെ ഒന്നായി ചേരുന്നതാണ് എന്നുള്ള മനുഷ്യ മനസ്സിന്റെ അധമ്യമായ ഒരു ആഗ്രഹം നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഇതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുണ്ട്: നീ മഹത്വപൂർണമായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സകലത്തിന്റെയും നാഥ. എത്രയോ മനോഹരമായ പ്രാർത്ഥനകളാണത്. സ്വർഗീയമായ ആ ഭവനം നാം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് നമ്മുടെ കുർബാനയിൽ ആയിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിന്റെ ഒരു പ്രതീതിയാണ് വിശുദ്ധ കുർബാന നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതോടൊപ്പം നാം സ്വർഗത്തിലേക്ക് ഒരു ദിവസം എത്തിച്ചേരേണ്ടവരാണ് എന്നുള്ളത് കൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷവും ആനന്ദവും ഈ വിശുദ്ധ കുർബാനയിലൂടെ നാം പ്രകടിപ്പിക്കുകയാണ്, നാം ഇവിടെ ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെ നമുക്ക് സ്നേഹിക്കാം, നമുക്ക് സ്വീകരിക്കാം, വിശുദ്ധ കുർബാനയിൽ നമുക്ക് ജീവിക്കാം.